عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. الحمد لله الحمد لله نحمده ونستعينه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا ومن يهدي الله فلا مضل له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, മറ്റു എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരു കൂടലും പിരിയലും ഒരു സ്വാലിഹായ സൽക്കർമ്മമായി നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. ശിഷ്ടകാലം അള്ളാഹുവിൻ്റെ തോഹത്തിലായി ജീവിച്ചുകൊണ്ട് മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോട് കൂടെ ഉച്ചത്തിൽ കലിമത്തുൽ ഷഹാദ ഉച്ചത്തിൽ ചൊല്ലി മരിക്കാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുന്നു. ഈ ഒരു വൈകിയ വേളയിൽ നിങ്ങൾക്ക് മുമ്പിൽ എഴുന്നേറ്റു നിൽക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ ചാരിതാർത്ഥ്യമുണ്ട്. ഇതിനവസരം നൽകിയ പ്രപഞ്ചനാഥനായ അള്ളാഹുവിനെ ഞാൻ ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അലാ കുല്ലി ഹാൽ. ഈ ഒരു വേളയിൽ നിങ്ങൾക്ക് മുമ്പിൽ സംസാരിക്കാൻ ലഭിച്ചിരിക്കുന്ന വിഷയമെന്നുള്ളത് റഹ്മത്ത് എന്നുള്ളതാണ്. റഹ്മത്ത് വറ്റാത്ത കരുണയുടെ പ്രവാഹമെന്ന വളരെയധികം എന്തുകൊണ്ടും അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ജീവിച്ചത് മുതൽ അവന് മുതൽ കൂട്ടാവുന്നതാണ് റഹ്മത്ത് എന്നുള്ളത്. നാം ഈ ഒരു ദുനിയാവിൽ ജീവിക്കുന്ന കാലത്തോളം ഏറ്റവും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്ത് എന്നുള്ളത് നമുക്ക് അനിവാര്യമായ ഒരു ഘടകം തന്നെയാണ്. ഏതൊരു മനുഷ്യനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമി ലോകത്തേക്ക് അങ്ങ് സൃഷ്ടിച്ചു വിടുമ്പോൾ അവനതാ 4-ാം മാസം റൂഹ് അങ്ങ് ഓതുകയാണ്. ആ 4-ാം മാസത്തിൽ റൂഹ് ഓതുമ്പോൾ ഖതബഹി വരിസ്കി ഹജലി വഹമലി ഔസഖി ഔസഈദ്. അവൻ വിജയിയാണോ പരാജിതനാണോ, അവൻ എങ്ങനെയായിരിക്കും അവൻ്റെ ജീവിതം തുടങ്ങിയുള്ള എല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല 4-ാം മാസത്തിൽ തൻ്റെ മാതാവിൻ്റെ ഉദരത്തിലാകുമ്പോൾ അങ്ങ് റഹ്മത്തായി നൽകുകയാണ്. അങ്ങനെ അവൻ തൻ്റെ മാതാവിൻ്റെ ഗർഭാശയത്തിൽ നിന്നും ഈ ഭൂമി ലോകത്തേക്ക് പിറന്നു വീണാൽ പിന്നെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് തന്നെയാണ് ഏറ്റവും വലിയ പ്രതീക്ഷ എന്നുള്ളത്. ഏതൊരു മനുഷ്യനും ഈ ഭൂമി ലോകത്ത് ജീവിക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു ഭൂമി ലോകത്ത് ജീവിക്കാൻ കഴിയുകയുള്ളൂ. കാരണം ഇന്ന് ഈ ഒരു ലോകത്തിൻ്റെ അവസ്ഥ എന്നുള്ളത് വളരെ ഖേദകരമായ രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. പെറ്റ മാതാവ് ആരാണെന്ന് അറിയുന്നില്ല, പിതാവ് ആരാണെന്ന് അറിയുന്നില്ല,
എന്നാൽ ഇതെല്ലാം ഈ അന്തരീക്ഷത്തിൽ നടക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റഹ്മത്താകുന്ന നൂർ നമ്മളിലേക്ക് ഇറക്കുകയാണ്. കാരണം റഹ്മത്ത് ഇല്ലായിരുന്നുവെങ്കിൽ ഈ ലോകം എന്നേ നശിച്ചു പോകുമായിരുന്നു എന്ന് നാം ആദ്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ ഈ ഭൂമി ലോകത്തേക്ക് അങ്ങ് പടച്ചു വിടുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു മനുഷ്യനെ ഈ ഭൂമി ലോകത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചു വിടുമ്പോൾ അവൻ ഈ ഭൂമി ലോകത്ത് എന്തെല്ലാം ചെയ്യുമെന്നും അവൻ എങ്ങനെയാണ് ഈ ഭൂമി ലോകത്ത് ജീവിക്കുക എന്നുള്ളതും വളരെ വ്യക്തമാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല എഴുതി വെക്കുന്നുണ്ട്. എന്നാൽ അല്ലാഹുവിൻ്റെ റഹ്മത്തിലൂടെ മാത്രമാണ് പിന്നീട് ഈ ഒരു ഭൂമി ലോകത്ത് അത് കൂടുതൽ കാലം നമുക്ക് ജീവിക്കാൻ കഴിയുകയുള്ളൂ. നാം എല്ലാവരും നിരന്തരം പാപങ്ങൾ ചെയ്യുന്ന ആളുകളാണ്. കണ്ണ് തുറന്നാൽ പാപങ്ങൾ മാത്രം കാണുന്ന ഈ ഒരു സ്വപ്ന കലുഷിതമായ ഒരു ലോകത്താണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം എന്ത് പറഞ്ഞാലും വായ കൊണ്ട് എന്ത് പറഞ്ഞാലും അത് കളവായിരിക്കും. നോക്കുന്നിടത്തെല്ലാം വളരെ ഖേദകരമായ ഒരവസ്ഥയിലാണ് ഇന്നത്തെ നമ്മുടെ അന്തരീക്ഷം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒരു മനുഷ്യൻ അവൻ്റെ ചെറിയ പാപങ്ങൾ പൊറുക്കണമെന്നുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഒരു മനുഷ്യൻ്റെ ചെറിയ പാപം പൊറുക്കണമെന്നുണ്ടെങ്കിൽ അവൻ അതാ ചെറുപാപം പൊറുക്കാൻ ചെറിയ ചെറിയ നന്മകൾ ചെയ്യുക. വലിയ പാപങ്ങൾ പൊറുക്കണമെന്നുണ്ടെങ്കിൽ തൗബയെ അവൻ അധികരിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നിന്ന് പറയുന്നുണ്ട്, വലിയ പാപം ചെയ്യാത്തവർക്ക് അതാ അവൻക്ക് നൽകുന്ന വലിയ ഒരു പ്രതിഫലമുണ്ട്. എന്തായിരുന്നു അത്? ഏതെങ്കിലും ഒരു മനുഷ്യൻ വൻ പാപം ചെയ്യാതെ ഈ ഭൂമി ലോകത്ത് ജീവിച്ചാൽ, ചെറിയ ചെറിയ പാപങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ, ഒരു വെള്ളിയാഴ്ച ചെയ്ത പാപം മറ്റൊരു വെള്ളിയാഴ്ച മുതൽ, അല്ലെങ്കിൽ ഒരു റമദാനിൽ ചെയ്ത പാപം മറ്റൊരു റമദാനിൽ വരെ, അല്ലെങ്കിൽ ഒരു ഉംറ ചെയ്തത് മുതൽ മറ്റൊരു ഉംറ വരെ അവൻ്റെ ചെറിയ പാപങ്ങൾ ആയിരയിലൂടെ അവൻ്റെ ചെറിയ പാപങ്ങൾ പൊറുക്കു കൊടുക്കുന്നതാണെന്ന് നബിയുനാ അഷ്റഫുൽ വറാ ത്വഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നമുക്ക് ഓർമ്മപ്പെടുത്തി തരുന്നുണ്ട്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കുന്നുണ്ട്. വലായുബാലി എന്ന് തുടങ്ങുന്ന ഒരു ആയത്ത് ഇറങ്ങിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങൾക്കെല്ലാം പുറത്തു കൊടുക്കുമെന്നുള്ള ഒരു ആയത്ത് ഇറങ്ങിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ ആയത്തിലൂടെ അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഏതൊരു ചെറിയ പാപത്തിനാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻക്ക് പുറത്തു കൊടുക്കുന്നതാണ്. അതല്ലയോ ഈ ഭൂമി ലോകത്ത് ഇത്രയും ആളുകൾ ജീവിച്ചിരുന്നിട്ട് പോലും അല്ലാഹു അവൻ ഈ ഒരു ഭൂമി ലോകത്ത് എന്ത് ചെറിയ പാപങ്ങൾ ചെയ്താലും അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്നില്ലേ? ഏതൊരു മനുഷ്യനെയും എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ തെറ്റുകൾ ചെയ്യാതെ ആരും ഈ ഒരു ഭൂമി ലോകത്ത് നിന്നും വിട പറഞ്ഞു പോയിട്ടുണ്ടാകുമാ. തെറ്റുകൾ ചെയ്ത ആർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്നതാണ്. കാരണം അല്ലാഹുവിലേക്ക് കൂടുതൽ അടുത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിലേക്കും കൂടുതലായി അടുക്കാൻ തുടങ്ങും. പിന്നീട് അവൻ്റെ റഹ്മത്ത് നമ്മളിലേക്ക് ഇറങ്ങാൻ തുടങ്ങും. അങ്ങനെ ഈ ഒരു ഭൂമി ലോകത്ത് നമുക്ക് ജീവിക്കാനുള്ള എല്ലാ സംഭവങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇറക്കി തരികയാണ്. അതുകൊണ്ടല്ലേ 100 ആളുകളെ കൊന്ന വ്യക്തിക്ക് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല പാപമോചനം നൽകിയത്? ചരിത്രങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ വലിയ വലിയ ചരിത്രങ്ങളുടെ കെട്ടുകൾ തന്നെ ഈ ഒരു സദസ്സിന് മുമ്പിൽ നികത്താറുണ്ട്. പക്ഷേ ഏതാനും ഒരു ചെറിയ ചരിത്രം നിങ്ങൾക്ക് മുമ്പിൽ വിരച്ചു കാട്ടി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. ഒരിക്കൽ ഒരു മനുഷ്യൻ മരിക്കുകയാണ്. ഒരു വാഹന അപകടത്തിൽ മരിക്കുന്ന വേളയിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ കുടുംബജനങ്ങളും അദ്ദേഹത്തിനെ വന്ന്
അദ്ദേഹത്തിന് വന്നുകൊണ്ട് കാണുകയാണ്, അതാ അദ്ദേഹത്തിന് ഒന്നും പറയാൻ കഴിയുന്നില്ല. അദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് വന്ന ആളുകൾക്ക് ഒന്നും പറയാൻ കഴിയുന്നില്ല. പക്ഷേ അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഖബറടക്കം കഴിഞ്ഞു. പിന്നീട് ഖബറിലേക്ക് അദ്ദേഹത്തിന് ഒരു രക്ഷയായി വന്നത് പിന്നീട് അദ്ദേഹത്തിന്റെ മക്കൾ ചെയ്ത നന്മയായിരുന്നു. ആ ഒരു നന്മ അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് മാത്രമാണ് ആ ഖബറിലേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ ഭൂമി ലോകത്ത് മനുഷ്യരാകുന്ന നാം ജീവിക്കുമ്പോൾ പല ദിനത്തിലുള്ള പ്രശ്നങ്ങളും നാം നേരിടേണ്ടി വരും. അള്ളാഹു അതിനെല്ലാം പുറത്തു തരാനുള്ള കഴിവുള്ളവനാണ്. നാം എന്ത് തെറ്റുകൾ ചെയ്താലും അള്ളാഹുവിലേക്ക് പാപമോചനത്തിനായി ഇരു കൈകളും ഉയർത്തുക. അള്ളാഹു നമുക്കേവർക്കും നാം ചെയ്ത തെറ്റുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു നൽകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട്, അള്ളാഹു നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഇതുപോലെ അവന് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവിടെ അവസാനിപ്പിക്കുന്നു. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.